ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം കരുണയാൽ സമ്പന്നം എന്ന ധ്യാന ചിന്തയുടെ ഭാഗമായിട്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവം നീതിമാനാണ്, എന്നാൽ കാരുണ്യവാനും എന്ന യാഥാർത്ഥ്യമാണ്. ഇത് ബൈബിളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. എന്നാൽ നമ്മൾ അവിടെ നിർത്തരുത്. നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവം കൂടിയാണ്. നീതിമാനും കാരുണ്യവാനും ദൈവത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട മർമ്മവശങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ദൈവം നീതിമാൻ, എന്നാൽ ദൈവം കാരുണ്യവാനും. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. പ്രഭാഷകൻ 5:6 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: കാരുണ്യവും ക്രോധവും കർത്താവിലുണ്ട്. കർത്താവിൽ കാരുണ്യമുണ്ട്, അതോടൊപ്പം ക്രോധവും. അതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതുപോലെ 1-2 വചനങ്ങൾ കൂടി നമ്മൾ എടുക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം കർത്താവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തോബിത്ത് 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. തോബിത്തിൻ്റെ 13:2 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നവനാണ് നമ്മുടെ ദൈവം. അത് ദൈവം നീതിമാനാകയാൽ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നവൻ. പക്ഷേ അതോട് ചേർത്ത് വച്ചിരിക്കുന്ന ഒരു കാര്യം, എന്നാൽ അവൻ കാരുണ്യവാനുമാണ്. ദൈവം നീതിമാനായ ദൈവം, എന്നാൽ കാരുണ്യവാനായ ദൈവം. അതാണ് തോബിത്ത് 13:2 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യം. പ്രഭാഷകന്റെ പുസ്തകം 16:12 നമുക്ക് സുപരിചിതമായിരിക്കാം, അല്ലെങ്കിൽ സുപരിചിതമാകണം. പ്രഭാഷകൻ 16:12 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കരുണയും ശിക്ഷയും അവനിലുണ്ട്. ദൈവത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആ വശങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. കരുണയും ശിക്ഷയും അവനിലുണ്ട്. ശിക്ഷ തിന്മ ചെയ്യുന്നവർക്ക് വരുന്നതാണ്. എന്നാൽ ഈ തിന്മ ചെയ്യുന്നവർ പോലും അനുദപിച്ചാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അവര് യോഗ്യരായി മാറും, അർഹരായി തീരും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കാണുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് നമുക്ക് ദൈവം നീതിമാനായ ദൈവമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാനും പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ കൂടി നമുക്ക് എടുക്കാം. ഏതാനും വചനഭാഗങ്ങളിൽ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതോട് ചേർന്ന് പോകുന്ന മറ്റു വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ എടുത്താൽ 3 കാര്യങ്ങൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തോബിത്ത് 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങൾ. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന 3 കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം നീതിമാനാണ്. രണ്ടാമത്തെ കാര്യം, അവൻ വിധിക്കുന്നത് നീതിപൂർവമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം, സംസാരിച്ചിട്ടുണ്ടാകാം, ദൈവം എന്നോട് അനീതി കാണിച്ചു, എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ദൈവം എന്നോട് അനീതി കാണിച്ചിരിക്കുന്നു. പക്ഷേ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ വിധി എപ്പോഴും നീതിപൂർവകമാണ്. നീതി വിട്ട് ദൈവത്തിനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. മൂന്നാമത്തെ കാര്യം, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളും മാർഗങ്ങളും എപ്പോഴും സത്യസന്ധമാണ്. സത്യം വിട്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അസത്യത്തിലേക്ക് ദൈവത്തിന് കാലുകുത്താൻ പോലും പറ്റത്തില്ല. പറയുന്നുണ്ട്, അവൻ്റെ മാർഗങ്ങളും പ്രവൃത്തികളും എപ്പോഴും സത്യസന്ധമാണ്. ഇതാണ് ഈ വചനഭാഗം. തോബിത്ത് 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശം. 2 മക്കബായർ 12-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനം ഈ സന്ദേശം അല്പം കൂടി ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 മക്കബായർ 12:41. ദൈവം
നീതിമാനായ വിധിയാളനാണ്. ദൈവം വിധിക്കുന്നത് എപ്പോഴും നീതിപൂർവമാണെന്ന് വീണ്ടും ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. ദൈവം വിധിയാളനാണ്, എന്നാൽ നീതിപൂർവം വിധിക്കുന്ന ഒരു വ്യക്തിയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, പിതാവായ ദൈവത്തെ പോലെ തന്നെ പുത്രനായ യേശു നീതിമാനായ ദൈവമാണെന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, യേശു നീതിമാനായ ദൈവമാണ്. പറയുണ്ട്, ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വശമാണ്, ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് നീതിമാനായ ദൈവം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ഈ നോമ്പുകാലം മുഴുവൻ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും വചനങ്ങൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ, ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ സാധിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും എന്നത് നാം തിരിച്ചറിയണം. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കാം. സങ്കീർത്തനം 69 16-ാമത്തെ വചനം. 69-ാമത്തെ സങ്കീർത്തനം 16-ാമത്തെ വചനം വിളിച്ചു പറയുന്നത് ദൈവം കാരുണ്യവാനാണ്. നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവമാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, പുത്രനായ യേശുവിനെ കുറിച്ചും ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങൾ ഏറെയുണ്ട്. ഏതാനും വചനങ്ങൾ നമുക്കെടുക്കാം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 36 മുതൽ വായിക്കുമ്പോൾ, ഒരു പാപിനിയായ സ്ത്രീയോട് കരുണ കാണിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് പാപികളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. നമ്മുടെ ഇന്നലകളിലെ പാപങ്ങൾ ഒരിക്കലും നമ്മെ യേശുവിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. മറിച്ച് അനുതാപത്തോടെ യേശുവിലേക്ക് തിരിഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ കരുണാർദ്ര സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് യേശു ഒഴുക്കിവിടും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ലൂക്ക 5-ാം അധ്യായം 17-ാമത്തെ വചനം എടുത്താൽ, ലൂക്ക 5:17 മുതൽ വായിക്കുമ്പോൾ, ഒരു തളർവാദ രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന രംഗമാണ്. ഒരു തളർവാദ രോഗിയുടെ അവസ്ഥ നമുക്കറിയാം. മറ്റ് രോഗാവസ്ഥകളിൽ കഴിയുന്ന വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ അവസ്ഥ എത്ര കരുണ അർഹിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ അവർക്ക് കരുണ ലഭിച്ചാൽ അവരുടെ അവസ്ഥയ്ക്ക് എന്തുമാത്രം മാറ്റം വരും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ വചനങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് യേശുവിനെ കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചുമാണ്. ഈ ദൈവത്തിൽ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് നമുക്ക് തിരിച്ചറിയാം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവത്തിൻ്റെ ക്രോധം പോലും കരുണയാക്കി മാറ്റാനുള്ള ചില മാർഗങ്ങളുണ്ടെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ഇസ്രായേൽ ജനം തിന്മ ചെയ്തപ്പോൾ, വിഗ്രഹാരാധന പോലുള്ള മാരകമായ പാപങ്ങൾ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം ജ്വലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ക്രോധമെല്ലാം കെട്ടടങ്ങി അവർക്ക് കാരുണ്യം ലഭിക്കുന്ന രംഗങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. 2 മക്കബായർ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചാൽ, ദൈവത്തിൻ്റെ ക്രോധം കരുണയായി മാറാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എത്ര വലിയ അപരാധം നമ്മൾ ചെയ്തവരാണ്, അതിൻ്റെ പേരിൽ എത്ര വലിയ ശിക്ഷ നമുക്ക് മുമ്പ് ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും കരഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കും. ഇവിടെ നമ്മൾ കാണുന്നത്, ഒരു പറ്റം ആൾക്കാർ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 6000-ഓളം പേര് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവരോട് കരുണ കാണിച്ചു. യൂദാസ് മക്കബേയുസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കാര്യമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വിഗ്രഹാരാധന പോലത്തെ മാരകമായ പാപം അത് ചെയ്ത് ദൈവത്തിൻ്റെ ക്രോധം ജ്വലിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്,
ദൈവമേ, ഈ ഒരു പ്രാവശ്യം കൂടി മാത്രം ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഇനിമേൽ ഒരു കാരണവശാലും ഈ പാപത്തിലേക്ക് ഞങ്ങൾ പോകില്ല. ഇപ്രകാരം ദൃഢനിശ്ചയത്തോടെ ദൈവത്തിന് വാക്ക് കൊടുക്കാൻ സാധിക്കുന്നവരുടെ ജീവിതത്തിലേക്കും ദൈവത്തിൻ്റെ കരുണ ഒഴുകി വരും എന്നുള്ളത് നാം തിരിച്ചറിയണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 രാജാക്കന്മാർ 21 അധ്യായത്തിൻ്റെ 27 വചനം. 1 രാജാക്കന്മാർ 21:27 നമ്മൾ കാണുന്നത് ആഹാബ് മരിക്കും, അത്രമാത്രം അവൻ മരിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ക്രോധം ജ്വലിക്കുന്നത് കാണാൻ പറ്റും. ആഹാബ് രാജകീയ വസ്ത്രങ്ങൾ മാറ്റി ചാക്കൊടുത്ത് മേത്തി ചാരം വാരിയിട്ട് ഉപവാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉടനെ ദൈവം പറഞ്ഞൊരു കാര്യം, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ. ദൈവകരുണയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. ചെയ്തു പോയ തെറ്റുകളെ അംഗീകരിക്കുക, അനുദപിക്കുക, കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. അപ്പോൾ കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അവസാനമായിട്ട് 4മതൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാം നീതിപൂർവം ജീവിച്ചാൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കും. ദൈവം നീതിമാനാകയാൽ നീതിപൂർവം ജീവിക്കുന്നവരുടെ മേൽ ദൈവം കരുണ വർഷിക്കും. സങ്കീർത്തനം 34:19 വചനം പറയുകയാണ്, നീതിമാനെ തൻ്റെ ക്ലേശങ്ങളിൽ നിന്നും കർത്താവ് മോചിപ്പിക്കും. സുഭാഷിതങ്ങൾ 10:24, നീതിമാന്റെ ആഗ്രഹങ്ങൾ ദൈവം സഫലമാക്കും. ജ്ഞാനം 3 അധ്യായം 1 വചനം, നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ജ്ഞാനം 1:18 നമ്മൾ വായിക്കുന്നുണ്ട്, നീതിമാനെ ദൈവം തുണയ്ക്കും, ശത്രുകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 11:8, നീതിമാൻ ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ദൈവത്തിൻ്റെ കരുണയ്ക്ക് നാം യോഗ്യരാകും നീതിപൂർവ്വം നമ്മൾ ജീവിച്ചാൽ എന്നുള്ളതാണ് ഈ വചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ എളിമയോടെ ശിരസ് നമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ കരുണയ്ക്ക് വേണ്ടി. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ നിയോഗം ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും. ആത്മീയ വളർച്ച നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഏത് സാഹചര്യത്തിലും പാപം ചെയ്യാതെ ജീവിക്കുവാൻ വേണ്ട ആത്മീയ വളർച്ചയും വചന നിറവും ഹൃദയത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.